നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു വിഷുക്കാലത്തെ കൂടി വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളി മനസ്സുകളിൽ ഭക്തിയുടെ പൊൻകണി നിറയുന്ന സമയം. പ്രിയപ്പെട്ടവരെ, വിഷു എന്നാൽ ഭഗവാന്റെ ജന്മദിനമല്ലായിരിക്കാം. പക്ഷേ ആ വൈകുണ്ഠനാഥൻ തൻ്റെ ഭക്തൻ്റെ പൂജാമുറിയിൽ കണി കാണാൻ എഴുന്നള്ളുന്ന ഏറ്റവും ശുഭകരമായ മുഹൂർത്തമാണിത്. ഹൃദയത്തിൽ തട്ടി എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുന്ന ഏതൊരു സാധാരണക്കാരൻ്റെയും വിളിപ്പുറത്ത് അവൻ്റെ സങ്കടങ്ങൾ തീർക്കാൻ ആ ഭഗവാൻ സദാ സന്നദ്ധനായി നിൽപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റാൻ അവൻ വരുന്നത് ശംഖും ചക്രവുമായിട്ടല്ല, മറിച്ച് ഒരു ചെറിയ ഓടക്കുഴൽ നാദവുമായിട്ടാണ്. ആ നാദം നമ്മുടെ ഹൃദയത്തിലെ അശാന്തിയെ മായ്ച്ചു കളയുന്നു. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് വിഷുവിന് നാം കൃഷ്ണനെ കണിവെക്കുന്നത് എന്ന്. വിഷ്ണു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നവൻ എന്നാണ്. സൂര്യൻ രാശിചക്രം പൂർത്തിയാക്കി മേടം രാശിയിലെത്തുന്ന ഈ ദിനം ലോകത്തിൻ്റെ പ്രകാശമായ ഭഗവാൻ നമ്മുടെ ഇല്ലങ്ങളിലേക്ക് എഴുന്നള്ളുന്ന ദിവസമാണ്. എന്നാൽ ഇത്തവണത്തെ വിഷുവിന് ചില പ്രത്യേകതകളുണ്ട്. സാധാരണ നമ്മൾ മേടം 1-ാം തീയതിയാണ് വിഷു ആഘോഷിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ അത് 2-ാം തീയതിയായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എപ്പോഴാണ് കപ്പോഴാണ് കണി കാണേണ്ടത്? ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ജ്യോതിഷപരമായി പറഞ്ഞാൽ സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് കടക്കുന്ന ആ നിമിഷത്തെയാണ് നമ്മൾ സംക്രമം എന്ന് വിളിക്കുന്നത്. ഈ സംക്രമം കഴിഞ്ഞു വരുന്ന പുലർച്ചെയാണ് നാം കണി കാണേണ്ടത്. ഈ വർഷം സൂര്യൻ്റെ സംക്രമം നടക്കുന്നത് മേടം 1-ാം തീയതി ഏപ്രിൽ 14 പകൽ ഏകദേശം 9:32 വിഷു ആഘോഷിക്കാൻ നമുക്ക് സൂര്യോദയത്തിന് മുൻപേ മേടം മാസം ലഭിക്കണം. മേടം 1-ന് സൂര്യൻ രാശി മാറുന്നത് ഉദയത്തിന് ശേഷമായതുകൊണ്ട് ആ ദിവസം മീനത്തിൻ്റെ സ്വാധീനത്തിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും മേടമാസം പുലർച്ചെയുള്ളത് മേടം 2-ാം തീയതി ഏപ്രിൽ 15 ആണ്. അതുകൊണ്ടാണ് ഈ വർഷം വിഷുക്കണിയും ആഘോഷവും മേടം 2-ന് നിശ്ചയിച്ചിരിക്കുന്നത്. വിഷുക്കണി കാണുക എന്ന് പറഞ്ഞാൽ വെറും കാഴ്ചയല്ല, അതൊരു അനുഭൂതിയാണ്. നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ സ്വർണ്ണ നിറമുള്ള കണിക്കൊന്നകൾക്കിടയിൽ കണ്ണാടിയിൽ സ്വന്തം മുഖം കാണുമ്പോൾ ആ മുഖത്തിന് പിന്നിൽ ഭഗവാന്റെ രൂപം തെളിയണം. അഹം ബ്രഹ്മാസ്മി എന്ന തത്വം, ദൈവം എന്നിലും നിങ്ങളിലുമുണ്ടെന്ന സത്യം തിരിച്ചറിയുന്ന നിമിഷമാണത്. നമ്മുടെ വിഷമങ്ങളെല്ലാം ആ കണ്ണുകളിൽ നോക്കി പറയുക, അവനെല്ലാം കേൾക്കുന്നുണ്ട്. ഒരു തരി വെണ്ണ കൊടുത്താൽ തൃപ്തനാകുന്ന ആ ലളിത മനസ്കൻ നിങ്ങളുടെ കണ്ണീരൊപ്പാൻ എപ്പോഴും കൂടെയുണ്ടാകും. പ്രപഞ്ചം മുഴുവൻ വായക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ ജഗന്നാഥനെ ഒരു വെണ്ണക്കള്ളനായി കണ്ട് ഉരലിൽ കെട്ടിയിടാൻ യശോദാമ്മയ്ക്കു സാധിച്ചു. അത് അവളുടെ അധികാരമല്ല, മറിച്ച് ഭക്തിയും സ്നേഹവും കൊണ്ട് ഭഗവാനെ തളച്ചിടാമെന്ന വലിയ സത്യമാണ്. നമ്മളും നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് ആ തൃപ്പാദങ്ങളിൽ ഹൃദയം സമർപ്പിച്ചാൽ അവൻ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് ഒരു കൊച്ചു പൈതലായി വന്നിരിക്കും. മക്കൾ ദൂരെയാകുമ്പോഴും തനിച്ചാകുമ്പോഴും ഓർക്കുക, വാതിൽക്കൽ ഒരു തട്ടുമുട്ടൽ കേട്ടാൽ അത് കക്കാറ്റല്ല, നിങ്ങളെ നോക്കാൻ വന്ന നിങ്ങളുടെ സ്വന്തം കണ്ണനാണ്. കണ്ണാ എന്ന് നിങ്ങൾ ആതുരമായി വിളിക്കുമ്പോൾ ഗുരുവായൂരിലെ
ആ നാലമ്പലത്തിനകത്തിരിക്കുന്ന വിഗ്രഹം മാത്രമല്ല ചലിക്കുന്നത്, നിങ്ങളുടെ പൂജാമുറിയിലെ ആ കൊച്ചു വിഗ്രഹത്തിൽ അവൻ ജീവനോടെ വന്നിരിക്കും. യശോദയ്ക്ക് കണ്ണൻ എങ്ങനെയോ അതുപോലെ ഈ വിഷുക്കാലത്ത് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ കണിയിൽ അവൻ വന്നിരിക്കുന്നു. ആ കൈകളിൽ വെണ്ണ നൽകി നാം പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മുടെ എല്ലാ ആകുലതകളും ഏറ്റെടുക്കുന്നു. കണി കാണേണ്ട മുഹൂർത്തം. ഭഗവാൻ വൈകുണ്ഠം വിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ കണിവെട്ടത്തിലേക്ക് എഴുന്നള്ളുന്ന സമയമാണത്. സമയം മേടം 2-ാം തീയതി പുലർച്ചെ 4:45 മുതൽ 5:30 വരെയാണ് കണി കാണാൻ ഏറ്റവും ഉചിതമായ സമയം. ഈ സമയത്ത് കണി കണ്ട് ഭഗവാനെയും മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും വന്ദിക്കുന്നത് വരാനിരിക്കുന്ന ഒരു വർഷം മുഴുവൻ ഐശ്വര്യം നിലനിർത്താൻ സഹായിക്കും. കണിയൊരുക്കലും ചിട്ടകളും വിഷുവിന് തലേ ദിവസം തന്നെ ശുദ്ധിയോടെ ഇരിക്കണം. തലേ ദിവസം വൈകുന്നേരം അരിഭക്ഷണം ഒഴിവാക്കി ഒരിക്കൽ എടുക്കുന്നത് വളരെ ഉത്തമമാണ്. മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കി മനസ്സിനെയും ശരീരത്തെയും ഭഗവാനിൽ അർപ്പിക്കുക. വിഷുക്കണി ഒരുക്കുന്നത് ഒരു വലിയ ഉപാസനയാണ്. കണിയിൽ എന്തൊക്കെ വേണം? കണിക്കൊന്ന സ്വർണത്തിൻ്റെ പ്രതീകം, കണ്ണാടി ആത്മപരിശോധനയുടെ പ്രതീകം, വെള്ളരി കണിവെള്ളം, നാണയം സമൃദ്ധിയുടെ പ്രതീകം, വിളക്ക് ദൈവത്തിൻ്റെ പ്രകാശം. പക്ഷേ ഇതെല്ലാം വെച്ചാലും കൃഷ്ണനെ മനസ്സിൽ വരുത്തിയില്ലെങ്കിൽ അത് പൂർണ്ണമാകില്ല. നിങ്ങൾ ലണ്ടനിലായാലും അമേരിക്കയിലായാലും അവിടെയുള്ള മഞ്ഞപ്പൂക്കൾ ഭഗവാന് സമർപ്പിക്കൂ. കണിക്കൊന്ന ഇല്ലെങ്കിൽ മഞ്ഞപ്പൂവ് മതി. ഭക്തിയുണ്ടെങ്കിൽ ലണ്ടനിലെ നിങ്ങളുടെ സ്വീകരണമുറി ഗുരുവായൂരിലെ ശ്രീകോവിലായി മാറും. മനസ്സുകൊണ്ട് ആ കൊടിമരവും കടന്ന് അകത്തേക്ക് ചെല്ലൂ. അവിടെ പീതാംബരധാരിയായ ഭഗവാൻ നിങ്ങളെ നോക്കി ചിരിക്കുന്നത് കാണാം. ഭക്തിയാണ് പ്രധാനം. ഈ വർഷം ഏകദേശം പുലർച്ചെ 4:45 മുതൽ 5:30 വരെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ മുഹൂർത്തം. ആ സമയത്ത് കണ്ണുകൾ അടച്ചുകൊണ്ട് മനസ്സിൽ കൃഷ്ണനെ ധ്യാനിച്ച് കണ്ണു തുറന്ന് കണി കാണുക. ആ ആദ്യ ദർശനം നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന ശക്തിയുള്ളതാണ്. വിഷു കൈനീട്ടം. ഇത് വെറും പണം കൊടുക്കലല്ല, ഇത് ഒരു അനുഗ്രഹം പങ്കിടലാണ്. മുതിർന്നവർ ചെറുപ്പക്കാരെ അനുഗ്രഹിക്കുന്നു. കയ്യിൽ കൊടുക്കുന്ന പണം അത് സമ്പത്തിൻ്റെ വിത്താണ്. എന്നാൽ കൈനീട്ടം കൊടുക്കുമ്പോൾ കൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ കൊടുക്കണം. വിളക്കിൻ്റെ മുൻപിൽ, കണിയുടെ മുമ്പിൽ ഭഗവാനെ സാക്ഷിയാക്കി. അങ്ങനെ കൊടുത്താൽ അത് ഒരു ദാനം മാത്രമല്ല, ഒരു പുണ്യമായി മാറും. പലരും ചോദിക്കാറുണ്ട്, കണി കണ്ട ഉടനെ അത് മാറ്റണോ എന്ന്. വേണ്ട എന്നാണ് ശാസ്ത്രം പറയുന്നത്. രാവിലെ വിളക്ക് തെളിയിച്ചാൽ ഏകദേശം 10 മണി വരെയെങ്കിലും കണി ആ മുറിയിൽ തന്നെ നിലനിർത്തണം. ആ സമയം വരെ വിളക്ക് കസയം വരെ വിളക്ക് കെടാതെ സൂക്ഷിക്കുന്നത് കുടുംബത്തിന് സ്ത്രീത്വം, ഐശ്വര്യം നൽകുന്നു. വിഷു എന്നത് വെറും മനുഷ്യരുടെ മാത്രം ആഘോഷമല്ല. ഭഗവാൻ കൃഷ്ണൻ പശുക്കളെയും പക്ഷികളെയും പ്രകൃതിയെയും ഒരുപോലെ സ്നേഹിച്ചവനാണ്. നമ്മൾ കണി കണ്ട ശേഷം സാധിക്കുമെങ്കിൽ നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെയും പശു, നായ തുടങ്ങിയവ കണി കാണിക്കുന്നത് പുണ്യമാണ്. സൂര്യദേവനെയും പ്രകൃതിയെയും മനസ്സുകൊണ്ട് വന്ദിക്കുക. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളിലും ആ ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ വിഷു സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു വർഷം മുഴുവൻ ഐശ്വര്യപൂർണമാകാൻ ഈ വിഷുദിനത്തിൽ
ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിക്കാം. രോഗപീഠകളില്ലാത്ത സന്തോഷം നിറഞ്ഞ ഒരു കാലത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മഞ്ഞപ്പട്ടുടുത്ത മയിൽപ്പീലി ചൂടിയ ആ മനോഹര രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷുവിനെ വരവേൽക്കാം. ഭഗവാൻ വിഷ്ണുവിൻ്റെയും ഉണ്ണിക്കണ്ണൻ്റെയും അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ലാഭനഷ്ടങ്ങളുടെയും സുഖദുഃഖങ്ങളുടെയും ഈ യാത്രയിൽ ഒടുവിൽ നമുക്ക് ചേക്കേറാൻ ആ തൃപ്പാദങ്ങൾ മാത്രമേയുള്ളൂ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് ഓർക്കുക. എല്ലാം അവനിൽ അർപ്പിക്കുക. ഈ വിഷുക്കാലം നിങ്ങളുടെ മനസ്സിന് ശാന്തിയും ശരീരത്തിന് ആരോഗ്യവും നൽകട്ടെ. ആ ഓടക്കുഴൽ നാദം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും മുഴങ്ങട്ടെ. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കടാക്ഷം പോലെ എല്ലാവരിലും വർഷിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നന്ദി, നമസ്കാരം.